ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു റാലി കഴിഞ്ഞ് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകണോ അതല്ല താഴോട്ടേക്ക് വരണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇൻഫിബീൻ അവന്യൂ എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2017 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഇൻഫിബീൻ അവന്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്, ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സർവീസും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആ സർവീസ് മേഖലയിലുള്ള മെയിൻ്റനൻസും അതുപോലെ വെബ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള മേഖലയിലുള്ള പ്രവർത്തനങ്ങളും കൂടാതെ പേയ്മെൻറ്റ് ഗേറ്റ്വേ സർവീസസ് അതേപോലെ ഇ-കൊമേഴ്സ് മേഖലയിലും അതുമായി ബന്ധപ്പെട്ട സർവീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IT കമ്പനിയാണ്. സ്മോൾ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു IT കമ്പനിയാണ് ഈ പറയുന്ന ഇൻഫിബീൻ അവന്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഭാവി ടെക്നോളജിയിലാണ്. നമുക്കറിയാം, ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ. ഫ്യൂച്ചർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലാണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ബേസ്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള പുതിയ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വളരാൻ ശ്രമിക്കുന്ന ലോകമാണ് നമ്മൾ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ഏതൊരു സ്റ്റോക്കും ഫ്യൂച്ചർ പ്രോസ്പെക്റ്റസ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫിബീൻ അവന്യൂവിൻ്റെ ബിസിനസ് ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ബിസിനസ്സാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഇൻഫിബീൻ അവന്യൂവിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 119% റിട്ടേൺ നമുക്ക് കാണാം. ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഡബിളായിട്ട് കൊടുത്തു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ 5 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് 285%. അപ്പോൾ ഈ സ്റ്റോക്ക് 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം 2 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ, ഏകദേശം 3 ഇരട്ടിക്ക് അടുത്ത്. ഇനി ഈ സ്റ്റോക്ക് 2016 ഏപ്രിലാണ് ആദ്യമായിട്ട് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അന്ന് മുതൽ ഒരാൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അത് പിൻവലിക്കാതെ ഇരുന്നാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ 206%. അപ്പോൾ 5 വർഷത്തെ റിട്ടേണിനേക്കാൾ കുറവാണ് 7 വർഷത്തെ റിട്ടേൺ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള റാലി എന്ന് പറയുന്നത് അടുത്ത കാലത്താണ്. കഴിഞ്ഞ ഒരു വർഷം നടന്ന റാലിയാണ് ഈ 206 എന്ന ഓൾ ടൈം റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ ഈ സ്റ്റോക്കിന് സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം നഷ്ടപ്പെടുമായിരുന്നു 7 കൊല്ലം കൊണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺ നാം ഇതേ സെക്ടറിലുള്ള TCSുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ, അതായിരിക്കും നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് ലോങ് ടേമിന് അനുയോജ്യമാണോ എന്ന് കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകം. കാരണം TCS ഈ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. നമുക്കറിയാം, ലാർജ് ക്യാപ് കമ്പനികളിൽ ഒരിക്കലും സ്മോൾ ക്യാപ്പിൻ്റെ അതേ രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ TCSുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ TCSൻ്റെ റിട്ടേൺ ഇൻഫിബീൻ അവന്യൂവിനേക്കാളും കുറവാണ്. 5 വർഷത്തെ TCSൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിലും ഇൻഫിബീൻ അവന്യൂവിനേക്കാളും കുറവാണ്. എന്നാൽ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് എന്ന് ഞാൻ പറയുന്ന ഏപ്രിൽ 2016 മുതൽ ഇന്ന് വരെ ഉള്ള TCSൻ്റെ ആ 7 ഇയേഴ്സിൻ്റെ റിട്ടേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 262% കാണാം. അപ്പോൾ ലോങ് ടേമിൽ TCS ഇൻഫിബീനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഫിബീൻ അവന്യൂ മോശമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. 7 വർഷം കൊണ്ട് 2x മൾട്ടിപ്പിൾ അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ പണം 5 വർഷം കൊണ്ട് ആണ് നിഫ്റ്റി പോലും പണം ഇരട്ടിപ്പിക്കുന്നത്. അപ്പോൾ 7 വർഷം കൊണ്ട് 2 ഇരട്ടി നൽകുക എന്ന് പറയുന്നത് നല്ല റിട്ടേൺ തന്നെയാണ്. അപ്പോൾ ഇൻഫിബീൻ അവന്യൂയുടെ ഈ ഒരു റിട്ടേണിന് ആനുപാതികമായിട്ട് അതിൻ്റെ സെയിൽസും പ്രോഫിറ്റും ഒക്കെ എങ്ങനെയുണ്ട് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇയർലി റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2019 1170 കോടിയായിരുന്നു, 2020 644 കോടിയായിട്ട് താഴ്ന്നു, 2021 686 കോടിയായിട്ട് ചെറിയൊരു വർധനവ്, പിന്നീട് വലിയൊരു കയറ്റം 1304 2022 ആകുമ്പം, 2023 ആകുമ്പം 2033 കോടിയുടെ വർധനം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ സ്റ്റോക്കിൽ ഉള്ളത് ഒരു സ്റ്റഡി ആയിട്ടുള്ള റവന്യൂ ഗ്രോത്ത് അല്ല. കഴിഞ്ഞ 5 വർഷത്തെ എടുക്കുമ്പോൾ
ഇടയ്ക്ക് 2 വർഷങ്ങൾ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് നോക്കാം നമുക്ക്. ഇവിടെ ഇയർലി പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2019 126 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി, 2020 111 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി, 2021 70 കോടി, 2022 84 കോടി, 2023 136 കോടി. അപ്പോൾ 2021 22 ഇത് താഴോട്ടേക്ക് പോയിട്ടുണ്ട്, ഡീ ഗ്രോത്ത് ആയിരുന്നു. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് കൂടി നോക്കാം. ഇപ്പോൾ ക്വാർട്ടർലി റവന്യൂ നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റഡി ഗ്രോത്താണ്. 428, 674, 745, 793, 908 അങ്ങനെ സ്റ്റഡി ഗ്രോത്താണ്. എന്നാൽ പ്രോഫിറ്റ് അങ്ങനെയല്ല. പ്രോഫിറ്റ് 35, 38, അതിൻ്റെ ഇടയ്ക്ക് 2023 നല്ലൊരു ഡൗൺ കാണാം, 25 കോടിയിലേക്ക് താഴ്ന്നതായിട്ട് കാണാം. പിന്നീട് ആദ്യം 40ലേക്ക് കയറി, പിന്നെ 41. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും TCSുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. TCSൻ്റെ ഇയർലി റവന്യൂ ഗ്രോത്ത് നമ്മൾ നോക്കുക, അതൊരു സ്റ്റഡി ഗ്രോത്താണ്. ഓരോ വർഷവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഡീ ഗ്രോത്ത് എന്നൊരു സംഭവം അതിൽ നടക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് പ്രോഫിറ്റും, അതും ഇങ്ങനെ സ്റ്റഡി ഗ്രോത്താണ്. ഇനി ക്വാർട്ടർലി നോക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രവണത കാണാൻ കഴിയും. അത് പ്രോഫിറ്റിലായാലും വലിയ ഒരു ചാഞ്ചാട്ടങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഈ TCSും ഈ ഇൻഫിബീം അവന്യൂവും തമ്മിലുള്ള അതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സ്റ്റോക്കും അതിൻ്റെ വളർച്ച ഈ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കമ്പനി ആയിരിക്കും അത്. എന്നാൽ ഒരു കമ്പനി അതിൻ്റെ ഉയർച്ച താഴ്ചകൾ ബിസിനസ്സിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കമ്പനി ആകുമ്പോൾ അതിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. നടക്കില്ല എന്നല്ല, നമുക്ക് അത് ഹോൾഡ് ചെയ്യാൻ നമ്മുടെ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ ഇൻഫിബീം അവന്യൂവിൻ്റെ ഓൾ ടൈം ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചില ഘട്ടങ്ങൾ കാണാം. അപ്പോൾ അത് തുടക്കത്തിൽ അത് ഒരു വമ്പിച്ച ഒരു മുന്നേറ്റം, അതൊരു 2 വർഷം നല്ല റിട്ടേൺ, ഒരു സ്റ്റഡി ഗ്രോത്ത് ഈ സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് നോക്കുക, പിന്നീട് ആ ഒരു കൺസോളിഡേഷൻ ഫേസിൽ ഒരു 2 വർഷം പോയതായി കാണാം. അത് കഴിഞ്ഞ് പിന്നെ നേരിയൊരു മുന്നേറ്റം, വീണ്ടും മറ്റൊരു കൺസോളിഡേഷൻ ലോങ് ടൈമിൽ, അതിനുശേഷം ഇപ്പോൾ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഇനി എപ്പോഴാണ് അത് കൺസോൾട്ടേഷനിൽ പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എത്ര വർഷം പോകും എന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഇതിൻ്റെ ആ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരു 2-3 വർഷം അനക്കമില്ലാതെ കിടക്കാനുള്ള ഒരു സാധ്യത ഈ സ്റ്റോക്കിൽ എപ്പോഴും ഉണ്ട്. എന്നാൽ നിങ്ങൾ TCSൻ്റെ ഒരു ചാർട്ട് നോക്കുക, അതിലൊരിക്കലും അങ്ങനെ ഒരു കാലഘട്ടം കാണാൻ കഴിയില്ല. അതെപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണാം. വലിയ തോതിലുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ അത് അധികകാലം മുന്നോട്ട് പോകാറില്ല. അപ്പോൾ ഇതാണ് ഈ 2 സ്റ്റോക്കുകളും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇനി നമുക്ക് ഈ 2 കമ്പനികളുടെയും സ്ട്രെങ്ത് ഒന്ന് വിലയിരുത്തി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫിബീമിൻ്റെ ROCE 5.53 ആണ്, ROE ആണെങ്കിൽ 4.09 ആണ്. ഇത് 10ൽ താഴെയാണ്. അത് നമുക്കറിയാം, ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സ്റ്റോക്ക് എടുത്താലും അത് 10ൽ താഴെയൊക്കെ ഒരു ROEയോ ROCE ആണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് വീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പറയുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. നമുക്കറിയാം TCSൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 26.3% ലാഭമാണ് അവർക്ക് ഉണ്ടാകുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. എന്നാൽ ഇൻഫിബീൻ്റെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും വെറും 7.5% മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാനുള്ള കഴിവ് വളരെ കുറവാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇത് 1 വർഷത്തെ ROCയും ROE ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ഓവറോൾ നമുക്ക് പിറകിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ തന്നെ 10 വർഷത്തെ ഉണ്ടാവില്ലെങ്കിലും ഒരു 7 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 3% ആണ്. 5 ഇയേഴ്സിൻ്റെതും 3 ആണ്, 3 ഇയേഴ്സിൻ്റെ 3% ആണ്. ലാസ്റ്റ് ഇയർ മാത്രമാണ് 1% വർധനവ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലോങ് ടേമിൽ തന്നെ വളരെ വീക്കായിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതുപോലെ ROCയുമാണ് നമുക്ക് ഇൻഫിബീം അവന്യൂവിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ സ്ട്രെങ്ത് കുറവ് തന്നെയാണ്.
TCSൻ്റെ ROCയും ROEയും നിങ്ങൾ നോക്കുക. 58.7% ROCE. ROE 46.9%. ഇതിൻ്റെ ലോങ് ടേമിലുള്ള ROE നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിൻ്റെ 39%, 5 ഇയേഴ്സിൻ്റെ 41%, 3 ഇയേഴ്സിൻ്റെ 43%, കഴിഞ്ഞ ഒരു വർഷത്ത് 47% ഒക്കെ ആയിട്ട് അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ശക്തമായിട്ട് അത് നിലനിർത്തുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇതൊക്കെയാണെങ്കിലും ഇനി ഇൻഫിബീം ഒരു പുതിയ കമ്പനിയാണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വീക്കായത് ഒരു വലിയ ഇഷ്യൂ അല്ല, ഭാവിയിൽ അത് നന്നാവും എന്നൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഓക്കെയാണോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 66.2 ഇൻഡസ്ട്രി PE 36.7. ഇൻഡസ്ട്രി PEനേക്കാൾ ഏകദേശം ഇരട്ടിയോളമാണ് ഇതിൻ്റെ സ്റ്റോക്ക് PE. ഇനി 5 വർഷത്തെ മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 42.2. ഇതേ കാര്യം നമ്മൾ TCS നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ PE 33.1 മാത്രമാണ്, ഇൻഡസ്ട്രി PE 33.1. ഇനി 5 ഇയർ മീഡിയം PE 29.8. അതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ്, പ്രോഫിറ്റ്, ഏണിംഗ് പെർ ഷെയർ, അതിൻ്റെ ഏണിങ്സ്, ഇതൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൻ്റെ PE വളരെ കൂടുതൽ. രണ്ടും ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് TCSൽ കൂടുതലാണ്, എന്നിട്ടും ഹൈ PE TCSന് കിട്ടുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് വലിയ വാല്യുവേഷൻ, വലിയ എക്സ്പെൻസീവ് വിലയിൽ ഇൻഫിബീം അവന് പോയി വാങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഇനി PEG റേഷ്യോ തന്നെ നോക്കുക. ഇൻഫിബീം തന്നെ PEG റേഷ്യോ ഫ്യൂച്ചർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PE റേഷ്യോ കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് PEG റേഷ്യോ. അതും തന്നെ 9.05 വളരെ ഹൈ ആണ്. TCSൻ്റെ നോക്കുകയാണെങ്കിൽ അത് 3.18 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എത്തേണ്ട ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ലെവലിൽ ഇൻഫിബീം അവന്യൂ ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ PE ഡൗൺ ആകാൻ വേണ്ടി കാത്തിരുന്നേ പറ്റും. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അതിൻ്റെ PE റേഷ്യോ 48 എന്ന റേഞ്ചിൽ എത്തിയാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. കാരണം ഇത് ലോങ് ടേമിൽ ഗ്രോ ചെയ്യും. പക്ഷേ ഈ ലോങ് ടേമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2 വർഷമെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം ഇതിൽ എൻട്രി ചെയ്യാൻ. കാരണം ഓരോ 2 വർഷം കൂടുമ്പം ഈ സ്റ്റോക്കിൽ ചില കറക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അത് ലോങ് ടേമിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന പലപ്പോഴും 2-3 വർഷമൊക്കെയാണ്. അപ്പോൾ അത്രയെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ളൊരു 2-3 വർഷം ഹോൾഡ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു 5% കൂടുതൽ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് അലോക്കേറ്റ് ചെയ്യാം. ഇനി ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളവർ, അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രോഫിറ്റിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ്. അതിനുശേഷം താഴോട്ട് വന്നിട്ട് വീണ്ടും വാങ്ങാം. അതാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ വെച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്നാൽ TCSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഒരു ബൈങ് റേഞ്ചിലല്ല എങ്കിലും അതിൻ്റെ PEയുമായിട്ട് നേരിയൊരു ഡിഫറൻസ് നമുക്കാണെങ്കിൽ, അപ്പോൾ 32 എന്നുള്ള ഇപ്പോൾ 33 PE, 32 താഴെ PE വരുമ്പോൾ ഈ TCS നമുക്ക് കണ്ണുമടച്ച് വാങ്ങാം. കാരണം അതിൻ്റെ ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അങ്ങനെയാണ്. എന്നാൽ ഇൻഫിബീമിൻ്റെ PE റേഷ്യോ നല്ല തോതിൽ താഴേണ്ടതുണ്ട്. 48 വരെ എത്തിയാൽ മാത്രമേ എൻട്രി ചെയ്യൂ എന്നാണ് എൻ്റെ ഒരു വ്യൂ. ഏതായാലും ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈ ഓൺ പേഴ്സണൽ വ്യൂ ആണ്. ഇതൊരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ അതിൽ അതേ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഒരിക്കലും അർത്ഥമില്ല. ഇതൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ മാത്രം സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യുക, കൂടുതൽ റിസർച്ച് നടത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.